ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് വെൻഡേഴ്സിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ രണ്ട് വെൻഡേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെ നമ്മളായിട്ട് ബിഹേവ് ചെയ്തു, അവരെങ്ങനെയാണ് നമ്മുടെ അപ്രോച്ച്, ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ വെൻഡർ എ എന്ന് പറയുമ്പോൾ ആള് മെയിൻലി ഇപ്പൊ നമ്മൾ വെൻഡേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുന്നത് അവരുടെ സർവീസ് മേടിക്കാനോ, അവരുടെ സർവീസ് വാങ്ങാനോ, അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്ട്സ് ഇത് നമ്മുടെ ഇതിൽ വേണ്ടി ഉപയോഗിക്കാനോ ഉള്ള രീതിക്കാണ് നമ്മൾ അവരുടെ ഒരു ഇത് നോക്കുന്നത് വെൻഡേഴ്സിന്റെ. അപ്പൊ പല വെൻഡേഴ്സും നമ്മളെ ആവശ്യങ്ങൾ പറഞ്ഞ് കോണ്ടാക്ട് ചെയ്യും, പല വെൻഡേഴ്സും നമ്മളെ ആവശ്യങ്ങൾ കോണ്ടാക്ട് ചെയ്യും, അതുപോലെ തന്നെ നമ്മൾ അവരെയും കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രണ്ട് വെൻഡേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ആ ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് അവരുടെ വേ ഓഫ് അപ്രോച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. അപ്പൊ വെൻഡർ എ എന്ന് പറയുമ്പോൾ വെൻഡർ എ ഒരു ദിവസം, ഇപ്പൊ 2 ദിവസം മുമ്പ് വെൻഡർ എ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ അതൊരു ടീംസ് കോൾ പോലെയായിരുന്നു. അപ്പൊ വെൻഡർ എ വന്നിട്ട് കോൾ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ആളുടെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ നമുക്കായിട്ട് ഇത് ഷോക്കേസ് ചെയ്തു. അവരുടെ പ്രൊഡക്റ്റ് കമ്പനീനെ പറ്റി ജസ്റ്റ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ, ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നു. അത് കഴിഞ്ഞ് നേരെ അവരുടെ പ്രൊഡക്റ്റ് ഇതിലേക്ക് പോയി. അപ്പൊ അവിടെ എന്താന്ന് വെച്ചാൽ അവിടെ നമ്മള് അവരോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇന്ന പ്രൊഡക്റ്റ് ആണ് നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പൊ ആ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൾ തന്നെ വെച്ചത്. പക്ഷെ എന്തുണ്ടായി, പക്ഷെ അവരുടെ പ്രൊഡക്റ്റ് ലൈൻ, അവരുടെ സർവീസ് ലൈൻ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അവര് പറഞ്ഞു. ഇപ്പൊ ഒരു 7 പ്രൊഡക്റ്റ് അവർക്കുണ്ട്. അപ്പൊ അവര് 7 പ്രൊഡക്റ്റിനെ പറ്റിയും അവർ ജസ്റ്റ് ബ്രീഫായിട്ട് പറഞ്ഞു. എന്നിട്ട് നമുക്ക് വേണ്ടുന്നത് ഈ പ്രൊഡക്റ്റ് 1നെ പറ്റിയിട്ടായിരുന്നു. ഈ പ്രൊഡക്റ്റ് 1നെ പറ്റി അവര് പറഞ്ഞു നമുക്ക് വേറൊരു ദിവസം വേറൊരു കോളില് ഈ പ്രൊഡക്റ്റിനെ പറ്റി, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അടുത്ത കോളില് തരാം. അതുപോലെ തന്നെ 2-3 പ്രൊഡക്റ്റ് അവർക്കുണ്ട്. അപ്പൊ അതിനെ പറ്റിയുള്ള വേറെ സെപ്പറേറ്റ് കോളിലും നമുക്ക് തരാമെന്ന് പുള്ളി പറഞ്ഞു. അതോടെ കോൾ കഴിഞ്ഞു. അപ്പൊ നമ്മള് ആകെ ഇതായി, നമുക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടായിരുന്നു കോൾ തന്നെ വെച്ചത്. പക്ഷെ അവര് പറയാണ് പ്രൊഡക്റ്റ് അടുത്ത ദിവസമാണ് നമുക്ക് അതുള്ളത്, നമുക്കത് ഇപ്പൊ ഇന്ന് ഉണ്ടാവില്ല, വേറൊരു ദിവസമായിരിക്കും അതിന്റെ ഡെമോ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവർ അവസാനിപ്പിച്ചു. ഇനി അടുത്തത് നമ്മൾ വെൻഡർ 2ലേക്ക് വരിക. വെൻഡർ 2ലേക്ക് വരുമ്പോ വെൻഡർ 2 ഇതുപോലെ തന്നെ അവരുടെ ആദ്യത്തെ തന്നെ വളരെ പൊളൈറ്റ് ആയിട്ട് അവർ നമ്മളെ ഗ്രീറ്റ് ചെയ്തു. അവരുടെ കമ്പനിയുടെ ഓരോ കാര്യങ്ങൾ എന്നാ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ തൊട്ട് തുടങ്ങി അവരുടെ പ്രൊഡക്ട്സിനെ പറ്റി അവര് ഡിസ്ക്രൈബ് ചെയ്തു. എല്ലാം വളരെ നല്ല രീതിക്ക് പോയി. അതിനുശേഷം എനിക്ക് ഒരു വാവ് മൊമെന്റ് എവിടെയാ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരതിനു ശേഷം നമ്മുടെ കമ്പനീനെ പറ്റി റിസർച്ച് ചെയ്ത് അവരൊരു സ്ലൈഡില് നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. എത്ര ഇതുണ്ട്, എവിടെയൊക്കെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ്, എവിടെയാണ്, എന്തൊക്കെയാണ് നമ്മുടെ പ്രൊഡക്ട്സ് എന്നുള്ള ഒരു കാര്യങ്ങൾ ഒരു സ്ലൈഡിൽ അവര് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വളരെ കാരണം ഇങ്ങനെ ഒരു പ്രസന്റേഷൻ, ഇങ്ങനെ ഒരു സംഭവം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ എനിക്ക് ആദ്യത്തെ ഒരു അനുഭവമാണ് ഇങ്ങനെ, അതായത് വെൻഡർ നമ്മുടെ ഡീറ്റെയിൽസ് എടുത്ത് നമുക്ക് തന്നെ പ്രസന്റ് ചെയ്യുക. അതൊരു മൊമെന്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇതും കഴിഞ്ഞ് ഇതുക്കും മേലെ ഉള്ള ഒരു അനുഭവം, ഇതുക്കും മേലെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുക്കും മേലെ ഉണ്ടായത് അവരുടെ ഒരു സർവീസ് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഒരു വെബ്സൈറ്റിൽ അവർ ഇന്റഗ്രേറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു ഡെമോ പോലെ ഒന്ന് കാണിച്ചു. ഇങ്ങനെയൊക്കെ ആയിരിക്കും സംഭവം വർക്ക് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ അവരതിൽ കാണിച്ചു. അപ്പൊ അതും അതിനേക്കാൾ ഒരു വാവ് മൊമെന്റ് ആയിരുന്നു എനിക്ക്. അപ്പൊ അത് കൂടാതെ തന്നെ അവര് മറ്റേ വെൻഡർ എ പോലെ ചാട്ടുമാട്ടോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാം വളരെ ക്ലീൻ ആയിട്ട്, വളരെ പ്രൊഫഷണൽ ആയിട്ട് അവരവരുടെ പ്രൊഡക്റ്റ് സർവീസസ് എല്ലാ കാര്യങ്ങളും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവർ നമുക്ക് പറഞ്ഞു തന്നു. അതുപോലെ തന്നെ അവരൊരു കാര്യം കൂടെ ചെയ്തത്, അവരവരുടെ പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ഉള്ള ഒരു ഡെക്ക്, ഒരു പവർപോയിന്റ് പ്രസന്റേഷൻ അത് നമുക്ക് ഷെയർ ചെയ്തു. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് ഞങ്ങളായിട്ട് ചോദിക്കുക എന്നും പറഞ്ഞ് അവര് ക്ലോസ് ചെയ്യാണ് ഉണ്ടായത്. അപ്പൊ ഈ ഒരു വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് ഏത് വെൻഡർ ആയിരിക്കും നിങ്ങൾക്ക് കൂടുതൽ അപ്രോച്ചബിൾ ആയിട്ടും, അല്ലെങ്കിൽ ഏത് വെൻഡർ ആയിരിക്കും കുറച്ചും കൂടെ വിശ്വാസം തോന്നിയത്
എനിക്ക് വെൻഡർ ബി ആയിട്ടാണ് എനിക്ക് കുറച്ചും കൂടി ഒരു കണക്ട് തോന്നിയത്. അപ്പൊ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും വെൻഡർ ബി ഒരു ഓട്ടോമാറ്റിക്കലി ഒരു ഹ്യൂമൻ സൈക്കോളജി വെച്ച് വെൻഡർ ബിക്കായിരിക്കും നമ്മൾ കുറച്ചും കൂടി ഒരു വിശ്വസ്തതയും ഒരു കുറച്ച് പണി ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥതയും നോക്കുമ്പോൾ വെൻഡർ ബി ആണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമായിട്ട് വന്നത്. അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഒരു വെൻഡറിന്റെയും അതുപോലെ തന്നെ വെൻഡേഴ്സിന്റെ കഥ നിങ്ങൾക്കും ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ കുറെ അനുഭവങ്ങൾ വെൻഡേഴ്സിന് ഉണ്ടായിട്ടുണ്ടാവും. പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് താഴ്ത്തൊന്ന് മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സെയിൽസിൽ പാലിക്കേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതും ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ വേറൊരു ഇൻസിഡന്റ് അല്ലെങ്കിൽ വേറെ സംഭവമായിട്ട് നമുക്ക് വേറൊരു ദിവസം കാണാം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. അപ്പൊ സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു വൺ ആൻഡ് ഓൾ.